ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ഇത് നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് സിനിമ കാണാനായിട്ട് പോയത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ എല്ലാം വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അതിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ഇത് ചെയ്തില്ലായിരുന്നു വെച്ച് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു സിനിമ, അത്യാവശ്യം നല്ല രീതിയിൽ ബോറിംഗ് ആയിട്ട് പോകുന്ന സിനിമ. കഥ ഒരു നല്ല കഥ, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി പറ്റിയൊരു സ്റ്റോറി ഇല്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. ഒരു നല്ല മോട്ടീവ് ഇല്ല എന്നുള്ളതാണ്. സിനിമയിൽ പേര് പോലെ തന്നെ ഒരു ലേഡീസ് പേഴ്സിൽ തുടങ്ങുന്ന കഥ ഒരു മിസ്സിംഗ് പേഴ്സണിലേക്ക് ചെല്ലുന്നു, അത് അന്വേഷിച്ച് പോകുന്ന നായകൻ, പിന്നെ ആ ഒരു സാധനത്തെ മുന്നോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ടെൻഷൻ സീനുകൾ, കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ പോയിട്ട് അപ്പോൾ ഇൻ്റർവെല്ലാവുന്നു. ഇൻ്റർവെൽ പഞ്ചെന്ന് ഒരു സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്ത പോലും ഇല്ല ഇൻ്റർവെല്ലായി എന്നുള്ളത്. അല്ലാണ്ട് നമുക്കൊരു എഡ്ജ് ഓഫ് ദ സീറ്റോ ഒരു അഡ്രിനൽ റഷ് തരുന്ന ഒരു ഇൻ്റർവെൽ പഞ്ചേ അല്ല ഇതിൻ്റെ. നോർമൽ ഒരു ഇൻ്റർവെൽ പഞ്ച് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു സെക്കൻഡ് ആക്റ്റും തേർഡ് ആക്റ്റും ആയിരിക്കും സിനിമയിൽ. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പം ഈ ഒരു സെക്കൻഡ് ആക്റ്റും തേർഡ് ആക്റ്റും ആകുമ്പോൾ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവരും, നല്ലൊരു സ്റ്റോറി ആയിരിക്കും, അത്യാവശ്യം നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. പക്ഷേ തേർഡ് ആക്റ്റ് ആവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാം സ്റ്റോറി. ഒരു മൊമെൻ്റ് വരെ നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സാധനം ഇങ്ങനെ വലിച്ചു കിട്ടി കഥ ഇങ്ങനെ കൊണ്ടുവന്നു. ക്ലൈമാക്സൊക്കെ വേണ്ടായിരുന്നു, ഇങ്ങനൊരു ക്ലൈമാക്സേ വേണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഇത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു സിനിമ ഇറക്കിയത് തന്നെ എന്തിനാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും പറയേണ്ട കാര്യമില്ല. സിനിമയിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൗതം വാസുദേവ മേനോൻ മമ്മൂട്ടി കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുന്ന കുറച്ച് സീനുകളുണ്ട്. ആക്ച്വലി ഇത് കോമഡി അല്ല, മമ്മൂട്ടിയുടെ തന്നെ പഴയ സിനിമകളിലെ പുള്ളിയെ പണ്ട് ആളുകൾ കളിയാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ വീണ്ടും പുള്ളിയെ ഈ ഒരു സിനിമയ്ക്ക് തൂക്കാനായിട്ട് റെഫറൻസായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പണ്ട് മറ്റേ നാസയ്ക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ എന്തോ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി മൊത്തത്തിലൊരു സുഖമില്ലാത്തൊരു സിനിമ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നല്ലൊരു മോട്ടീവുള്ള നല്ലൊരു സ്റ്റോറി. ഓക്കെ, മിസ്സിംഗ് പേഴ്സൺസ് ആണ്, അപ്പം അത് നല്ലൊരു മോട്ടീവുള്ള എന്തെങ്കിലും വലിയൊരു സംഭവമായിരുന്നു. ഇത് വളരെ സിമ്പിൾ സാധനം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. പ്രത്യേകിച്ച് ഇങ്ങനൊരു സ്റ്റോറി നടക്കണം എന്ന് തന്നെ ഇല്ല. അതായത് എന്തിനിങ്ങനൊരു സാധനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറിയെ ക്ലൈമാക്സിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയൊരു ഫീലാണ്. ഒരു ഏച്ച് കെട്ടെന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു സാധനമാണ് ഇതിനകത്ത്. ആ ക്ലൈമാക്സ് ഒക്കെ ആയ സമയത്ത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു സ്റ്റോറി. സിനിമ ചെയ്തപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി കമ്പനി എന്ത് കണ്ടിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും 2025 ഇതുവരെ കണ്ട സിനിമകളിലെ ഒരു മോശം എക്സ്പീരിയൻസ് ആണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് എന്നൊക്കെ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്, അത്രയും പോലും ഇല്ലാത്തൊരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. നിങ്ങൾ കണ്ടു നോക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾ പറയുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.